മിഷേലിന് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, അതായത് നമ്മൾ ട്യൂഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ചാപ്റ്ററിൻ്റെ ആ ഒരു അറിവും ഇപ്പോൾ ഉള്ള ചാപ്റ്ററിൻ്റെ അറിവും വ്യത്യാസമുണ്ടോ അതോ അതുപോലെ തന്നെയാണോ? വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്, ശരി. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എഴുതിക്കോളൂ. ഫോഴ്സ്. ഫോഴ്സ് ഒരു ഹെഡിങ് എഴുതുക, ഫോഴ്സ്. എന്നിട്ട് താഴെ എഴുതേണ്ടത് ഫോഴ്സ് ഈസ് എ പുൾ or push on an object, അല്ലെങ്കിൽ pull or push of a body എന്ന് എഴുതിയാൽ of a body എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബോഡിയിൽ അപ്ലൈ ആകുന്ന ഒരു പുള്ളിനെയോ അല്ലെങ്കിൽ ഒരു പുഷിനെയോ ആണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലയോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഫാൻ ഇട്ടിരിക്കുക, നമ്മുടെ കയ്യിൽ എന്താ ഉണ്ടാകുന്നത്? ഒരു ഫീൽ ഉണ്ടാകുന്നില്ലേ? ഇല്ലേ? അതൊരു പുഷാണ്. തെള്ളുവോ? ഇല്ലേ? ഒടും തെള്ളല, ഇല്ലേ? അതെങ്ങനെയാണെന്ന് കൃത്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർ മറ്റേ പ്രേതത്തിൻ്റെ സിനിമയൊക്കെ ഉണ്ട്, വലിയ ഫാൻ ഇടും. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തെറി ചെയ്യത്ത് പോയി കിടക്കും. മനസ്സിലായോ? ഈ ഫാൻ അത്ര എന്തില്ല, ഫോഴ്സ് ഇല്ല. അപ്പോൾ മറ്റേ വലിയ ഫാന്, മറ്റേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഫാനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളെ തന്നെ എന്ത് ചെയ്യും? പറത്തിക്കൊണ്ടുപോകും. ശരിയല്ലേ? അപ്പം ഇനി ഉദാഹരണം, നമുക്കിപ്പം ഒരു ചെയർ എന്ത് ചെയ്യണം? ചെയർ നീക്കിയിടണം. എന്ത് ചെയ്യണം? നമ്മളിങ്ങോട്ട് പുള്ളി ചെയ്യണം, എന്നാലേ പറ്റത്തുള്ളൂ. അയ്യോ, മണ്ടക്കോട്ട് പൊക്കണം, പുള്ളി ചെയ്യണം, ഇല്ലേ? അല്ലേ? എനിക്ക് അങ്ങോട്ട് നീക്കിയിടണം, ഞാൻ എന്ത് ചെയ്യണം? പുഷ് ചെയ്യണം. ശരിയല്ലേ? വണ്ടി ഓടിക്കണം, ആക്സിലറേറ്റർ എന്ത് ചെയ്യണം? ആക്സിലറേറ്റർ ഞാനിങ്ങനെ എന്ത് ചെയ്യണം? പുള്ള് ചെയ്യണം, ഇല്ലേ? എന്നാലേ പറ്റത്തുള്ളൂ, ഇല്ലേ? ഫോഴ്സ് കൊടുക്കണം, തിരിക്കണം. ആണോ? ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി വണ്ടിയുടെ പെട്രോൾ തീർന്നു, എന്ത് ചെയ്യണം? ആ വണ്ടി തള്ളണം. അടുത്താണ് പെട്രോൾ പമ്പെങ്കിൽ എന്ത് ചെയ്യണം? തള്ളണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ലിഫ്റ്റ് വെച്ച് മേടിച്ച് പെട്രോൾ മേടിച്ചിട്ടൊന്ന് ഒഴിക്കണം. ഇതിലൊക്കെ ബെസ്റ്റ് ആണ് വരുമ്പോൾ തന്നെ പെട്രോൾ ഉണ്ടോ നോക്കിയിട്ട് അടിക്കുന്ന. മനസ്സിലായോ? ഓക്കെ. അപ്പം നിങ്ങൾ ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പുൾ ഓർ പുഷ് ഓഫ് എ ബോഡിയാണ്. ഓക്കെ ആണല്ലോ? അപ്പം ഫോഴ്സ് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ, ഫോഴ്സിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യത്തെ ടോപ്പിക്, ആദ്യത്തെ ഹെഡിങ് എഴുതിക്കും. ഇത് കഴിഞ്ഞിട്ടുള്ള ഹെഡിങ് ട്രാൻസ്ലേഷണൽ മോഷൻ. ട്രാൻസ്ലേഷണൽ മോഷൻ ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഓക്കെ. അപ്പം എന്താ ഈ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യുകയാണ്? അതൊരു ലീനിയർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ലീനിയർ മീൻസ് എന്താ? അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ. ഇപ്പം ഞാൻ ഒരു ബോൾ എറിയുന്നു, എന്താ? അതൊരു ട്രാൻസ്ലേഷൻ മോഷനാണ്. ഫുട്ബോൾ അടിക്കുന്നു, അതൊരു ട്രാൻസ്ലേഷൻ മോഷനാണ്. ഫുട്ബോൾ അടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മെസ്സിയൊക്കെ അടിക്കും, ഇങ്ങനെ വളച്ചടിക്കും, അത് ട്രാൻസ്ലേഷൻ മോഷൻ അല്ല. ജസ്റ്റ് ചുമ്മാ ഒരു പാസ് കൊടുക്കുന്നു, അത് ട്രാൻസ്ലേഷൻ മോഷനാണ്. ഓക്കെ. ഞാൻ ത്രോ എറിയുന്നു, അതൊരു ട്രാൻസ്ലേഷൻ മോഷനാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ ഒരു മേശ തള്ളുന്നു, അതൊരു ട്രാൻസ്ലേഷൻ മോഷനാണ്. മനസ്സിലായോ? അപ്പം ഒരു സ്റ്റേഷനറി ബോഡി ഒബ്ജക്റ്റിലോട്ട് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ലീനിയർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ മോഷനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ക്ലിയർ? സെറ്റാണല്ലോ? രണ്ടാമത്തേത് റൊട്ടേഷണൽ മോഷനാണ്. ഞാൻ പറഞ്ഞിട്ട് എഴുതാം. റൊട്ടേഷണൽ മോഷൻ എന്താ? ഇപ്പോൾ ഈ ഫാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് റൊട്ടേഷണൽ മോഷനാണ്. ഭൂമിക്ക് ചുറ്റിനും മൂൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് റൊട്ടേഷണൽ മോഷനാണ്. സൂര്യന് ചുറ്റിനും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് റൊട്ടേഷണൽ മോഷനാണ്. വണ്ടി ഓടിക്കുമ്പോൾ ടയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് റൊട്ടേഷണൽ മോഷനാണ്. മെഷീൻ്റെ, അതായത് അല്ലെങ്കിൽ റിമോട്ട് കാറിനകത്ത് ചെറിയ ചെറിയ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? മറ്റേ ചെറിയ മറ്റേ പല്ല് പോലുള്ള സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ വലിച്ച് ബാക്കിലോട്ട് വലിച്ച് വിടുന്ന സമയത്തുള്ള ഒരു ഇത്. അപ്പോൾ അതിനകത്തൊക്കെ ഉള്ള സംഭവം ഇങ്ങനെ വട്ടത്തിൽ എന്താ? പല ടീത്താണ്. അത് ശരിക്കും പറഞ്ഞാൽ എന്താ? അത് റൊട്ടേഷണൽ മോഷൻ ആണോ? കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് കപ്പി ഉപയോഗിച്ചാണ്. കപ്പി റൊട്ടേഷൻ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആണോ? അപ്പോൾ ഇതിനെല്ലാം നമ്മൾ റൊട്ടേഷൻ മോഷൻ ആണ്. ഈ റൊട്ടേഷൻ മോഷൻ്റെ ഒരു അഡ്വാൻസ് സാധനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലൂടെ നീളം നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ട്രാൻസ്ലേഷൻ റൊട്ടേഷൻ മോഷൻ എഴുതിയാൽ താഴോട്ട് എഴുതുക. when a force act on a stationary
rigid body which is free to move. The body starts moving in a straight path. The body starts moving in a straight path. In the direction of applied force. In the direction of applied force. And is called linear or translational motion. ഓക്കെ, ഇനിയും അടുത്തത് എഴുതിക്കോ. വെൻ എ ബോഡി ഈസ് പിവറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനാണ് പിവറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിവറ്റഡ് അറ്റ് എ പോയിന്റ്. And is not free to move. While applying a force on such a body the body rotates. അല്ലെങ്കിൽ such body it rotates എന്ന് എഴുതിയാൽ മതി. It rotates about the axis passing through the pivot. എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു ബോഡി, ഇപ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, എല്ലാവരും കണ്ടോളൂ, നോക്കിയോ. ഞാൻ എല്ലാം പോട്ടെ, വാഴ വീണ് കഴിഞ്ഞാൽ പറയാം. ഇത് നോക്കിയോ, ഇത് ഞാൻ ഇപ്പം ഈ പേന നിങ്ങൾ നോക്കിയോ. ഈ പേന ഞാനിപ്പോൾ എവിടെ പിടിച്ച് വെച്ചിരിക്കുക? രണ്ട് ഇവിടെ പിവോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇല്ലേ? അല്ലേ പോട്ടെ, ഇവിടെ പിവോട്ട് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. ഇവിടെ പിവോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഞാൻ ഇത് ഫ്രീ ടു മൂവ് ആണോ? ഫ്രീ ടു മൂവ് അല്ല, അല്ലേ? അപ്പം ഞാൻ ഇതേണ്ട ഇവിടെ ഫോഴ്സ്, ഞാൻ എവിടെ ഫോഴ്സ് കൊടുക്കുവാണെങ്കിൽ, എങ്ങനെ ഫോഴ്സ് കൊടുക്കുവാണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? ഇത് കണ്ടോ, ഇതിങ്ങനെ ഈ ആക്സിസിൽ, അതായത് ഇവിടെ ഇങ്ങനെ ഒരു ആക്സിസ് പോകുന്നുണ്ട്, ഇല്ലേ? നോക്കിയല്ലേ, ഈ പിവോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇങ്ങനെ ഒരു ആക്സിസ് പോകുന്നുണ്ട്. ആ ആക്സിസിൽ ഇത് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? ഇതിന് റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ കഴിഞ്ഞില്ല, നമ്മൾ എഴുതിയില്ല. സച്ച് മോഷൻ, അല്ലേ? സച്ച് മോഷൻ ഈസ് കോൾഡ് എന്താണ്? സച്ച് മോഷൻ ഈസ് കോൾഡ് എന്താണ്? റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മൊമെൻ്റ് ഓഫ് ഫോഴ്സിനെ പറ്റി. അടുത്ത ഹെഡിങ് എഴുതിക്കോ, മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. അല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടേണിങ് എഫക്റ്റ് എന്ന് പറയും. ടേണിങ് ഇഫക്റ്റ് എന്ന് പറയും. അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ടോർക്ക് എന്നും പറയും, കേട്ടോ. ടോർക്ക് എന്നും പറയും. അതായത് മൊമെൻ്റ് ഓഫ് ഫോഴ്സ്, ടേണിങ് എഫക്റ്റ്,
അഥവാ എന്താ ടോർക്ക് എന്ന് പറയും. അപ്പം ഞാൻ ഒരു 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 സെക്കൻഡ് നിങ്ങളെ ഞാനൊന്ന് സ്കൂളിൽ പഠിപ്പിച്ച ആൾക്കാരല്ലേ എന്തായാലും ഈ ടേണിംഗ് എഫക്റ്റിനെ പറ്റി എന്തറിയാമെന്ന് ഓരോരുത്തരും എന്നോടൊന്ന് പറയുക. ആദ്യം സന തുടങ്ങിക്കോളൂ. സന പറഞ്ഞോളൂ. സന കേൾക്കാമോ? യെസ് സർ. പറഞ്ഞോളൂ. അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല. സ്കൂളിൽ പഠിപ്പിച്ചോണ്ട് ചോദിച്ചതാണ്. മിഷേൽ പറയാമോ? മിഷേൽ. മിഷേൽ പറഞ്ഞോ. പറഞ്ഞോളൂ. അറിയാമോ? പറയാൻ അറിയില്ല. അല്ല, എന്തെങ്കിലും എന്തെങ്കിലും കുറച്ച് കാര്യം എന്തെങ്കിലും അതിനെപ്പറ്റി ഒന്ന് കാണാപ്പാഠം പഠിച്ചാണെങ്കിൽ പറയണ്ട. അതിനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പം നിങ്ങളുടെ ICSE ഞാനും ICSE പഠിച്ചത് 10ാം ക്ലാസ് വരെ കേട്ടോ. അപ്പോൾ നമ്മുടെ ICSE പിള്ളേരുടെ പ്രശ്നം എന്താണെന്നറിയോ? അവൻ കാണാതെ ഒന്ന് പഠിക്കുക, അതിന് അർത്ഥമൊന്നും മനസ്സിലാക്കില്ല. നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ അറിയത്തില്ല അല്ലയോ ആരോണേ? അതെയോ? നമ്മൾ അർത്ഥമൊന്നും മനസ്സിലാക്കത്തില്ല. നമ്മൾ കാണാതെ പഠിച്ച് മാർക്ക് മേടിക്കുക ആണോ ദിവ്യേ? ആണ്. നമുക്ക് അർത്ഥം മനസ്സിലാക്കി അർത്ഥം നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് അർത്ഥം പഠിക്കുകയില്ല. ആണോ? ആണ്. അങ്ങനെ ആണോ മിഷേലെ? അതെ. അതെ. പക്ഷെ അത് നമുക്ക് മാറണം. എന്താണെന്നറിയോ? നമ്മൾ ഇപ്പം എനിക്ക് എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആണ് കേട്ടോ. ഞാൻ ഡിഗ്രി എടുത്തത് ഫിസിക്സിലാണ്. അപ്പം ഫിസിക്സ് എനിക്ക് ഇഷ്ടം 10ാം ക്ലാസ് പഠിച്ച സമയത്തൊക്കെ എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല. +1 +2 എനിക്ക് മാർക്ക് കൂടുതൽ ഫിസിക്സിലായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിക്കായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്. 98ഉം 96ഉം ഉണ്ടായിരുന്നു. +2 10ൽ 99 ഉണ്ടായിരുന്നു. അതായത് സയൻസിന് 99 ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഫിസിക്സ് കെമിസ്ട്രി അഗ്രിഗേറ്റ് ആയിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 99 ഉണ്ടായിരുന്നു. അപ്പം ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഞാനൊരു സാധനം പഠിക്കുമ്പോൾ, ഫിസിക്സ് പഠിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സാറുമാരോട് ചോദിച്ച് അർത്ഥം മനസ്സിലാക്കിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? എനിക്ക് അർത്ഥം മനസ്സിലാക്കി, എനിക്ക് എന്തിൻ്റെയൊക്കെ റീസൺ അറിയണം. അതുകൊണ്ട് എന്താണെന്നറിയോ? അതുകൊണ്ട് എനിക്ക് മാർക്ക് കിട്ടിയല്ല. ഞാൻ വർക്ക് ചെയ്യത്തൊന്നുമില്ല. പഠിക്കുന്ന സമയത്ത് ഞാൻ നല്ലോണം വർക്ക് ചെയ്യുന്നൊരു കുട്ടിയൊന്നും ആയിരുന്നില്ല ഞാൻ. പക്ഷേ ക്ലാസ്സിൽ സാറിനോടൊക്കെ ചോദിച്ച് എൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കും. പരീക്ഷയ്ക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഫുൾ കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നല്ലതായിട്ട് അതിനകത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അല്ല, അതിനകത്ത് നല്ലതായിട്ട് ആ പരീക്ഷ നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. അതാണ് അതിനകത്ത് ഇത്. അപ്പം ഞാൻ എൻ്റെ കുട്ടികളെ, ഫിസിക്സ് പഠിക്കുന്ന എൻ്റെ കുട്ടികളെ, അത് +2കാരാണെങ്കിലും MSCക്കാരും എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്, ഡിഗ്രിക്കാരാണെങ്കിലും, എല്ലാവരോടും ഞാൻ നിങ്ങൾ കാണാതെ പഠിക്കുക. കാണാതെ പഠിച്ചോ, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഡെഫിനിഷൻ അതൊക്കെ കാണാതെ പഠിച്ചു. പക്ഷേ നിങ്ങൾ അതിനെപ്പറ്റി നന്നായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. ഓക്കെ ആണല്ലോ? അപ്പം ടേണിംഗ് എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും, ടേണിംഗ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ടോർക്കാണ്. ടോർക്ക് ഒരിക്കലും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണ് നിങ്ങൾ കരുതരുത്. സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നട്ടും ബോൾട്ടില്ലേ? നട്ടും ബോൾട്ട് ഞാനിവിടെ എഴുതി കാണിക്കാമേ. ഞാനത് വരച്ച് കൃത്യമായിട്ട് കാണിച്ചത്. ഇതൊന്നും വരയ്ക്കാനുള്ളതല്ല, മനസ്സിലാക്കാനുള്ള. ഇവിടെ ഒരു നട്ട് ബോൾട്ട് ഉണ്ട്. നട്ട് ബോൾട്ട് കണ്ടിട്ടുണ്ടോ സന?
ഇതാണല്ലോ നട്ട്, ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത് നട്ട് ബോൾട്ട്. ഇത്രയും തിക്നെസ് കാണും അല്ലേ, ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അല്ലേ, ശരിയല്ലേ അല്ലേ? ഇതിനെ ഇളക്കുന്നതും മുറുക്കുന്നതും ആയിട്ടുള്ളൊരു ഒരു ഡിവൈസാണ്, ഒരു ഇൻസ്ട്രുമെൻ്റാണ് സ്പാനർ എന്ന് പറയും അല്ലേ? സ്പാനർ എങ്ങനെയായിരിക്കുന്നത്? സ്പാനർ വേണ്ടി ഇങ്ങനെയായിരിക്കുന്നത് ഇല്ലേ, ഇങ്ങനെയായിരിക്കുന്നത് ആണോ? ആണ്, ഇങ്ങനെയായിരിക്കുന്നത് അല്ലേ? ഇപ്പുറത്തും ഡബിൾ സ്പാനർ ആണെങ്കിൽ രണ്ട് ഇങ്ങനെയും ഇരിക്കും ഇല്ലേ, ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇതിനെ ഇങ്ങനെയോ ഇങ്ങനെയോ ആയിരിക്കും തിരിക്കാനോ മുറുക്കാനോ അല്ലെങ്കിൽ ലൂസാക്കാനോ മുറുക്കാനോ റൊട്ടേറ്റ് ചെയ്യുന്നത്. മുറുക്കാനാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അഴിക്കാനാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ കൊടുക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ഈ കൊടുക്കുന്നത് ഫോഴ്സാണ്. അതൊരിക്കലും എന്തല്ല, ടേണിങ് എഫക്റ്റ് അല്ല, അതൊരിക്കലും എന്തല്ല, ടോർക്കല്ല, അതൊരിക്കലും എന്തല്ല, മൊമെൻ്റ് ഓഫ് ഫോഴ്സ് അല്ല. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എവിടെ ഉണ്ടാകുന്നതെന്നറിയോ? ദേണ്ട ഇവിടെ ഉണ്ടാകും, ഒന്നെങ്കിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ. അതുകൊണ്ടാണ് അത് താഴോട്ടും മുകളിലോട്ടും എന്ത് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുന്നത്? നമ്മൾ ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് ഇങ്ങോട്ട് വരേണ്ടതല്ലേ? പക്ഷെ അതിനകത്ത് എങ്ങനെ ഇതുണ്ടാകുന്നത്? താഴോട്ടും മുകളിലോട്ട് പോകാം. ടൈറ്റ് ചെയ്യുമ്പോൾ അത് താഴോട്ട് പോകും, ലൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മുകളിലോട്ട് വരും, ശരിയല്ലേ? അതായത് ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനെ തിരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് മുകളിലോട്ട് വരും. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് താഴോട്ട് വരും. അപ്പം ഈ ഭാഗത്ത് ആക്ട് ചെയ്യുന്ന ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടേണിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു മനസ്സിലാക്കി വെച്ചത്? ആണോ? അല്ല. ആണോ മിഷേലെ? അല്ല. അല്ല. ആണോ സന? നിങ്ങൾ എപ്പോഴും ടോർക്കിനെ കരുതുന്നത് ഇതാണ് ടോർക്ക് എന്നാണ് കരുതുന്നത് അല്ലേ? ആണ്, എനിക്കറിയാം, ഞാനും അങ്ങനെ പണ്ട് കരുതിയത്. പക്ഷെ എൻ്റെ സാറ് എനിക്ക് നന്നായിട്ടത് പറഞ്ഞു തന്നുകൊണ്ട് ഞാനത് മനസ്സിലാക്കി വെച്ചു. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കിക്കോണം, ടോർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഇവിടെ നമ്മൾ ഇത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണ്. അത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഈ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ ടോർക്ക് സ്ട്രോങ് ആവുകയും വീക്ക് ആവുകയും ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പം ശരിക്കും ടോർക്ക് എന്ന് പറഞ്ഞാൽ ടേണിങ് എഫക്റ്റ് അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നട്ടും ബോൾട്ടിൻ്റെയും കേസിൽ ഈ ഭാഗത്തുണ്ടാകുന്ന എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ടോർക്കിൻ്റെ ഏറ്റവും ബേസിക് ഡെഫിനിഷൻ എന്താണെന്നറിയാമോ? ടോർക്ക് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ്, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സാധനം എന്നല്ല, മൾട്ടിപ്ലിക്കേഷൻ എന്നർത്ഥം. മൾട്ടിപ്ലിക്കേഷൻ, പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് ശരിക്കും ഏറ്റവും ബേസിക് ആയിട്ട് ടോർക്കിനെ എഴുതാൻ പറ്റുന്നത്. നിങ്ങൾ ഇനി ടോർക്കിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ മറന്നുപോയി, ഇത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. മനസ്സിലായോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യം നോക്കിക്കോ, നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം. അതായത് സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ഇത് ബോൾട്ടായിട്ട് തന്നെ എടുക്കുവാണ്. ഇത് ബോൾട്ടായിട്ട് തന്നെ എടുക്കുകയാണ്. ഇത് ബോൾട്ടാണ്. ഇത് അതിൻ്റെ സ്പാനറായിട്ട് തന്നെ എടുക്കുകയാണ്. സ്പാനറായിട്ട് തന്നെ. ഇത് സൈഡ് വ്യൂ ആണെന്നുള്ള കാര്യം ഓർത്തോണേ കേട്ടോ. ഇത് സൈഡ് വ്യൂ ആണെന്നുള്ള കാര്യം ഓർത്തോണം. ഇത് സൈഡ് വ്യൂ ആണ്, സൈഡ് വ്യൂ ആണെന്നുള്ള കാര്യം ഓർത്തോണം. ഓക്കെ, ഇതാണ് നമ്മുടെ ബോൾട്ട്. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ ബോൾട്ട്. അപ്പോൾ ഈ ബോൾട്ടിനെ ഞാൻ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ടേണിങ് എഫക്റ്റ് ഉണ്ടാകുന്നത് ഇങ്ങോട്ടായിരിക്കും, ക്ലോക്ക് വൈസ്, ശരിയല്ലേ? ഇങ്ങനെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ടോർക്ക് ആക്ട് ചെയ്യുന്നത് എപ്പോഴും നോക്കി ഇങ്ങ് താഴോട്ടാക്കി. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോഴ്സ്, ഇതിപ്പം ഫോഴ്സ് ഇങ്ങോട്ടാണ് ഞാൻ കൊടുത്തത്. ഇനി ഇതേപോലെ തന്നെ ഫോഴ്സ് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടോർക്ക് ആക്ട് ചെയ്യുന്നത് നോക്കിക്കോളൂ, ഇങ്ങനെ മുകളിലോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് ഇവിടെ ആക്ട് ചെയ്യുന്ന ടോർക്ക് രണ്ടാൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് ഈ ഞാൻ കൊടുക്കുന്ന ഫോഴ്സിനെ, രണ്ട് കണ്ടോ, ഇതാണ് നമ്മുടെ ആക്സിസ്, ഇതല്ലേ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ്. ആ ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ സ്പാനറിൻ്റെ ലെങ്താണ് അല്ലേ? അപ്പോൾ ആ ലെങ്തിനെയും എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. എനിക്ക് വലിയൊരു ലോറിയുണ്ട്. ആ ലോറിയുടെ ടയർ പഞ്ചറായി. ഞാൻ ഈ ചെറിയ മറ്റേ സൈക്കിൾ ടയറിൻ്റെ സ്പാനർ കൊണ്ടുപോയിട്ട് അതേ കിടന്ന് രണ്ടും പറ്റും, കണക്റ്റ് ആയി കഴിഞ്ഞാൽ കൈ കൊണ്ട് അഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല. അതെന്താ അവർ ചെയ്യുന്നത് അറിയോ? അവരുടെ സ്പാനർ നീളമുള്ളതാണ്, എന്നിട്ട് അതേ കയറി നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ സാധനം അഴിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിൽക്കുക, ഞാനത് കാണിക്കാം.
അല്ലേ നോക്കട്ടെ, അടുത്ത ക്ലാസ് ഞാനിപ്പോൾ അത് എടുത്തു വെച്ചില്ല, അടുത്ത ക്ലാസ്സിൽ നമുക്കത് എടുത്തു വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം എക്സാമ്പിളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മിഷേലിന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് സർ. ഉണ്ട്. സനയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സർ. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്, ഇവിടെ വേണമെങ്കിൽ റഫായിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ വരച്ച് വെച്ചോണം, വരച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ പടത്തിനകത്ത്, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതെന്താണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിലുള്ളൊരു പടമാണ് വരച്ച് വെച്ചിരിക്കുന്നത്. എന്തുവാ, ഒരു കല്ലെടുത്ത്, കല്ല് പോലെ ഒരു സാധനം, എന്നിട്ട് വേണ്ട ഇവിടെ പിവോട്ട് ചെയ്തിരിക്കുന്നു, ഇതല്ലേ പിവോട്ട് ചെയ്തിരിക്കുന്ന ഇവിടെ പോയിന്റ് ബി, ഇവിടെ വേണ്ട ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇത് എന്താ മനസ്സിലാകാനത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, ഞാൻ നോട്ട് തരാം എന്നുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇതൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ പാടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, അത് ഒരു +2 ലെവലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇനി ഇപ്പോൾ നിങ്ങൾ എഴുതാം, ടോർക്ക് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് എഴുതിക്കും. ഇനി അടുത്ത ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. നിങ്ങൾ വേണമെങ്കിൽ ഈ പടം വരച്ച് വെച്ചോളൂ കേട്ടോ, റഫായിട്ട് വേണമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ പടം ഒന്ന് റഫായിട്ട് വരച്ച് വെച്ചോളൂ, നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടേണിംഗ് ഓഫ് എ ബോഡി, അല്ലെങ്കിൽ ടോർക്ക്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടോർക്ക്. ഒന്ന്, the magnitude of the force applied. രണ്ട്, the perpendicular distance of line of action of force from the axis of rotation, from the axis of rotation. ഓക്കെ, അപ്പോൾ അതെന്താണെന്നറിയോ? നോക്കിയോ, ഇത് ഏതാ പെർപെൻഡിക്കുലർ? നോക്കി, ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇല്ലേ? ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് ഇതാണ് നമ്മുടെ ലെങ്ത് ഇല്ലേ? ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്, ഇതല്ലേ നമ്മുടെ ഫോഴ്സ് ഇല്ലേ? അപ്പോൾ ഇതിനും പെർപെൻഡിക്കുലർ ഉണ്ടോ? അപ്പം ഇതിനും പെർപെൻഡിക്കുലറാണ്, ഇത് ഇവിടെയും പെർപെൻഡിക്കുലറാണ്. ഓക്കെ ആണല്ലോ? അപ്പം ആക്സിസ് ഇങ്ങനെ, ഇത് മനസ്സിലായിക്കോണം, ചിന്തിച്ചോണം. അതായത് ഈ കൊടുക്കുന്നത് നമ്മൾ പെർപെൻഡിക്കുലറായിട്ടാണ് കൊടുക്കുന്നത്, ഏതാ ആ ലെങ്തിന് പെർപെൻഡിക്കുലറായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ആക്സിസ് ഓഫ് റൊട്ടേഷനും എന്താണ്, ഈ കൊടുക്കുന്ന ഫോഴ്സിനും ഈ ലെങ്തിനും എന്ത് തന്നെയാണ്, പെർപെൻഡിക്കുലറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ വേണം ഇങ്ങനെ എഴുതാം. ടോർക്കിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സിമ്പൽ ടോ, ഇതാണ് ടോർക്ക്. ടോ ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അടുത്തൊരു ഡോട്ട് ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാം, നോക്കിക്കോളൂ. അപ്പോൾ ഈ ടേണിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? കറങ്ങുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ടോർക്ക് ഉണ്ടാകുന്നതുകൊണ്ടാണ് കറങ്ങുന്നത്, മുകളിലോട്ടും താഴോട്ടും. നട്ട് ബോൾട്ട് കറങ്ങുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ടോർക്ക് ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പം അത് എഴുതണം പ്രത്യേകിച്ച്. ദ ടേണിംഗ് എഫക്റ്റ് on the body about an axis is due to the moment of force or torque.
അടുത്തത് യൂണിറ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് എഴുതാം. യൂണിറ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ്, മൊമെൻ്റ് ഓഫ് ഫോഴ്സ്, യൂണിറ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോർക്ക് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താ മൊമെൻ്റ് ഓഫ് ഫോഴ്സ്, അതായത് ടോർക്ക് ഈസിക്കൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണോ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇതിൻ്റെ യൂണിറ്റ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ന്യൂട്ടൺ ആണ് അല്ലേ? യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ. അപ്പോൾ ന്യൂട്ടൺ ഇൻറ്റു ന്യൂട്ടൺ എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. അപ്പം ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ. ഇത് SI യൂണിറ്റ് ആണ്. ഇത് SI യൂണിറ്റ് ആണ്, പ്രത്യേകം എടുത്തെഴുതാം. പിന്നെ താഴോട്ട് എഴുതണം CGS യൂണിറ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഈസ്, നോക്കിയേ, ന്യൂട്ടൻ്റെ CGS യൂണിറ്റ് എന്താ? ഡൈൻ ആണ് അല്ലേ? ഡൈൻ. മീറ്ററിൻ്റെ CGS യൂണിറ്റ് എന്താ? സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഡൈൻ സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് വേറൊരു യൂണിറ്റ് കൂടെ ഉണ്ട്. നമ്മൾ ഗ്രാം ഫോഴ്സ്, അതായത് ഗ്രാവിറ്റേഷണൽ യൂണിറ്റിലാണ് നമ്മളിത് അളക്കുന്നതെങ്കിൽ, ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിപ്പം ഫോഴ്സിൻ്റെ യൂണിറ്റ് വേണമെങ്കിൽ നമുക്ക് ഗ്രാവിറ്റിയിൽ പറയത്തില്ലേ? ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഫോഴ്സ് ഈസിക്കൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണോ? എന്നാൽ ഫോഴ്സ് ഈസിക്കൽ ടു മാസ് ഇൻറ്റു ജി എന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ? എം ഇൻറ്റു ജി അല്ലേ എന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോഴ്സിനെ ഗ്രാവിറ്റേഷണൽ യൂണിറ്റിൻ്റെ ടൈമിലും പറയുവാണെങ്കിൽ അവിടെ ഗ്രാം ഫോഴ്സ്, കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതും കൂടെ എഴുതിയിട്ട് അത് കൺവേർഷനകത്തൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഫോഴ്സ് ഈസ് മെഷേർഡ്, measured in gravitational unit. Gravitational units SI unit of moment of force is SI unit of moment of force. Moment of force is kgf into എന്താണ്? മീറ്റർ. കാരണം ആ ന്യൂട്ടണിന് പകരം കിലോഗ്രാം ഫോഴ്സ് എന്ന് തോന്നും. kgf into മീറ്റർ. And in CGS system the unit is gram force into എന്താണ്? സെൻറ്റിമീറ്റർ. ഇതും കൂടെ ഓർത്ത് വെച്ചു. അതായത് ന്യൂട്ടൺ മീറ്ററിന് പകരം കിലോഗ്രാം ഫോഴ്സും ഡൈൻ സെൻറ്റിമീറ്ററിന് പകരം ഗ്രാം ഫോഴ്സ് സെൻറ്റിമീറ്റർ. ഓക്കെ, ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇനി നമുക്കൊരു റിലേഷൻ ഉണ്ട്. എന്താണെന്നറിയോ? 1 ന്യൂട്ടൺ മീറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. 1 ന്യൂട്ടൺ മീറ്ററിനെ നമുക്ക് നോക്കിക്കോളൂ. 1 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ 10⁵ ഡൈൻ ആണ്. അപ്പോൾ 1 ന്യൂട്ടൺ മീറ്ററിനെ നമുക്ക് 10⁵ ഡൈൻ ഇൻറ്റു 1 മീറ്ററിനെ നമുക്ക് 10⁵2 സെൻറ്റിമീറ്റർ എന്ന് നോക്കാം. അതായത് 1 ന്യൂട്ടൺ മീറ്ററിനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 10⁵+2 ഡൈൻ സെൻറ്റിമീറ്റർ എന്നാവുന്നു. അതായത് 1 ന്യൂട്ടൺ മീറ്റർ ഈസ് ഈക്വൽ ടു 10⁷ ഡൈൻ സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അതും ഓർത്ത് വെച്ചോ. അതേപോലെ തന്നെ കിലോഗ്രാം ഫോഴ്സ് മീറ്ററും ഗ്രാം ഫോഴ്സ് സെൻറ്റിമീറ്ററും തമ്മിലുള്ള റിലേഷനും പഠിച്ചോണം. അതായത് 1 കിലോഗ്രാം ഫോഴ്സ് ഇൻറ്റു മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് 9.8 ന്യൂട്ടൺ മീറ്റർ ആണ്. ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കിലോഗ്രാം ഫോഴ്സ് മീറ്ററിനെ ന്യൂട്ടൺ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 9.8 ന്യൂട്ടൺ മീറ്റർ ആണ്.
അതേപോലെ തന്നെ ഒരു ഗ്രാം ഫോഴ്സ് സെൻറ്റിമീറ്ററിനെ ഗ്രാം ഫോഴ്സ് ഇൻറ്റു സെൻറ്റിമീറ്ററിനെ ഡൈൻ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ എന്ത് വരും എന്നറിയോ? 980 ഡൈൻ സെൻറ്റിമീറ്റർ എന്ന് വരും. ഇത് മസ്റ്റായിട്ട് ഈ റിലേഷൻ പഠിക്കണം. കൺവേർഷൻ തെറ്റിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോവും. ന്യൂമറിക്കലിന് ആവശ്യമുണ്ട്, കണക്ക് പഠിക്കുന്ന സമയത്ത് ആവശ്യമുണ്ട്. അപ്പം ഈ യൂണിറ്റ്സ് എല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കുക. ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ്. ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ്. അതായത് ഇപ്പം നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് മൂലം ആ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റിനെയാണെന്ന് ഇപ്പം ഞാൻ നേരത്തെ വരച്ചു. എല്ലാവരും ശ്രദ്ധിക്കണേ, ഞാൻ നേരത്തെ ഒരു സ്ക്രൂവിൻ്റെ കാര്യം വരച്ചായിരുന്നു. ഞാൻ കൊടുക്കുന്ന എഫക്റ്റ് എന്തായിരുന്നു? ഞാൻ കൊടുക്കുന്ന എഫക്റ്റ് എന്താ? രണ്ട് ഇങ്ങോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും ഫോഴ്സ് ഉണ്ടാകുക? രണ്ട് ഇങ്ങനെ. അപ്പോൾ അതെന്താ? ഇതെന്താ? ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? എടേ ഇങ്ങനെ കറങ്ങുന്നത് എന്താടേ? എടാ ക്ലോക്ക് നോക്കടേ, ക്ലോക്ക് റൈറ്റിലോട്ടാണ് കറങ്ങുന്നത്. അപ്പോൾ റൈറ്റിലോട്ടാണ് കറങ്ങുന്നതെങ്കിൽ എന്താ? ക്ലോക്ക് വൈസ്. അപ്പം ഞാൻ കൊടുക്കുന്ന എഫക്റ്റ് മൂലം ഇവിടെ ഉണ്ടാകുന്ന കറക്കം ക്ലോക്ക് വൈസ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടോർക്കിനെ എന്തെന്ന് പറയും? ക്ലോക്ക് വൈസ് മൊമെൻ്റ് എന്ന് പറയും. ഞാൻ കൊടുക്കുന്ന എഫക്റ്റ് മൂലം ഇവിടെ ഉണ്ടാകുന്ന റൊട്ടേഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റിനെ എന്തെന്ന് പറയും? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് എന്ന് പറയും. ഇങ്ങനെ പഠിച്ചപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി, ഞാൻ കൊടുക്കുന്ന ഫോഴ്സും ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റും ഡിഫറൻ്റ് ആണ്. ഞാൻ കൊടുക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റും എന്ത് തന്നെയായിരിക്കും? ക്ലോക്ക് വൈസ് മൊമെൻറ്റിലായിരിക്കും. ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആവും. ഓക്കെ ആണല്ലോ. അത് ഇപ്പം നമ്മൾ ഈ വ്യത്യസ്തമായിട്ട് പഠിച്ചുകൊണ്ടാണ് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായത്. അല്ലെങ്കിൽ നിങ്ങളെന്താ, നിങ്ങൾ കൊടുക്കുന്നത് തന്നെയാണ് ക്ലോക്ക് വൈസ് വേഴ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് വേഴ്സ് എന്ന് തന്നെയാണ് നിങ്ങൾ കരുതുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. നിങ്ങൾക്കത് അങ്ങനെയാണ് മനസ്സിലായെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്കപ്പം എങ്ങനെ എഴുതാം അതിനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. എഴുതിക്കോളൂ, ഇങ്ങനെ എഴുതാം. if the effect on the body, അതായത് നമ്മൾ കൊടുക്കുന്നതാണ് എഫക്റ്റ് ഓൺ ദ ബോഡി is to turn it anti-clockwise the moment of force is called anti-clockwise moment. Clockwise moment. ഇനി if the effect on the body is to turn it clockwise, the moment of force
is called clockwise moment. അതേപോലെ ഒരു കാര്യം കൂടെ എഴുതിക്കണം, ഒരു താഴോട്ട് ഒരു ആരവും കൂടെ തന്നെ ഇങ്ങനെ ഇട്ടിട്ട് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്നും കൂടെ എഴുതിക്കുക. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അത് ചിലപ്പോൾ ഈ 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി അതേപോലെ തന്നെ നോക്കിയോ, ഈ ക്ലോക്ക് വൈസ് ടോർക്കിൻ്റെയും ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കിൻ്റെയും ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും നോക്കിയോ കുഞ്ഞുങ്ങളെ. ഞാൻ ആ പടത്തിൽ നിന്ന് മനസ്സിലാക്കാം. മിഷേൽ ഒന്ന് പറയാമോ? മിഷേലെ, ഇവിടെ ഉണ്ടാകുന്ന ടോർക്കിൻ്റെ ക്ലോക്ക് വൈസ് ടോർക്കിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കിൻ്റെയും ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? മിഷേൽ പറയാമോ? മിഷേലെ, ഇവിടെ ഉണ്ടാകുന്ന ഈ സ്ക്രൂവിലുണ്ടാകുന്ന, നമ്മൾ സ്ക്രൂവിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തപ്പോഴാണ്, ഇങ്ങനെ ഒരു എഫക്റ്റ് കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു ടോർക്ക് ഉണ്ടായത്, അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഉണ്ടായത്. അത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയും, അല്ലേ? ആണോ മിഷേലെ? അതെ. ഇനി ഞാൻ ഇങ്ങനെ ഒരു എഫക്റ്റ് കൊടുത്തപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു റൊട്ടേഷൻ ഉണ്ടായി ആൻറ്റി ക്ലോക്ക് വൈസ് ഇത് വന്നത്. അപ്പം അതിനെ എന്തെന്ന് പറയുന്നു? അതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് എന്ന് പറയുന്നു. അതിനാണ് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ ടോർക്കിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ടോർക്കിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങോട്ടാ മിഷേലെ? സ്ക്രൂ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അങ്ങോട്ട്, എലോങ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആയിരിക്കും. ഇതല്ലേ ഇവിടുത്തെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ? ഒന്ന് നോക്കിയേ, ഇതല്ലേ ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ? ആണോ? അപ്പം ക്ലോക്ക് വൈസിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും. അതുകൊണ്ടാണ് സ്ക്രൂ എന്ത് ചെയ്യുന്നത്? അകത്തോട്ട് കയറി പോകുന്നത്, ഇൻവേർഡ്. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ എഫക്റ്റ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ലൂസായിട്ട് മുകളിലോട്ട് വരുന്നത്. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത്. മനസ്സിലായോ മിഷേലിന്? മനസ്സിലായോ? മനസ്സിലായി. സനയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, അപ്പോൾ അത് എഴുതിക്കോ, അതും കൂടെ എഴുതിക്കോ. The direction of anti-clockwise moment is along axis of rotation. Axis of rotation നേരെയാണ്. Axis of rotation along ആണ്. പക്ഷെ അതെന്താണ്? ഔട്ട്വേർഡ് ആണ്. ഔട്ട്വേർഡ്. അതേപോലെ തന്നെ ഔട്ട്വേർഡ് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എന്താ? സ്ക്രൂ ലൂസ് ആവണോ ടൈറ്റ് ആവണോ ചെയ്യുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് കിടക്കുമ്പോൾ സ്ക്രൂ ലൂസ് ആണെങ്കിൽ മുകളിലോട്ട് വരണം, അപ്പം അപ്വേർഡ്സ്, അതായത് ഔട്ട്വേർഡ്സ് അല്ലേ? ഓക്കെ, ഇനി എന്താ? ദ ഡയറക്ഷൻ ഓഫ് ക്ലോക്ക് വൈസ് മൊമെൻ്റ് is along the axis of rotation, inwards.
അപ്പോൾ ടുവേർഡ്സ് ദി ഒബ്സർവർ എവേ ഫ്രം ദി ഒബ്സർവർ എന്ന് പറഞ്ഞാൽ അവിടെ കിടപ്പുണ്ട്. അതിനകത്ത് എന്തുവാ, നിങ്ങളൊരു സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എവിടെ ആയിരിക്കും നിൽക്കുന്നത്? ഇത് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കും നിൽക്കുന്നത്? ഇത് ആരോണം ഇങ്ങനെയാണ് നിൽക്കുന്നത്. ആരോണ്ട കൈ തേണ്ടി ഇങ്ങനെ ആയിരിക്കും അല്ലയോ? അപ്പം ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ആരോണ്ട ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ആക്കുവാണ്. അപ്പോൾ എന്താ, എവേ ഫ്രം ദി ക്ലോക്ക് വൈസാണ്, എവേ ഫ്രം ദി ആരോന്ന് കണ്ട ഒബ്സർവറിന് എവേ. ഇങ്ങനെ കറക്കുവാണെങ്കിൽ എന്താ, ടുവേർഡ്സ് ദ ഒബ്സർവർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഞാൻ എന്നാൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മൊമെൻ്റ് ഓഫ് ഇതിൻ്റെ എക്സാമ്പിളുണ്ട്. എക്സാമ്പിൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പിന്നെ കപ്പിള് ഇതൊക്കെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ തീർക്കാം. പിന്നീട് നമുക്ക് ഇക്വിലിബ്രിയം ഏതാണ്ടുണ്ടല്ലോ. പിന്നെ നമുക്ക് പഠിക്കാനുള്ള എന്താ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും യൂണിഫോം സർക്കുലർ മോഷനും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു മൊത്തം കൂടെ ഒരു 4 ക്ലാസ് വേണ്ടി വരും ഈ ചാപ്റ്റർ തന്നെ. ഇന്നൊരു ക്ലാസ്സായി, ഇനി ഒരു 3 ക്ലാസ് കൂടെ വേണ്ടി വരും. പിന്നെ ന്യൂമറിക്കലിന് ഒരു ക്ലാസ് കൂടെ വേണ്ടി വരും. ഓക്കെ, 1-2 ക്ലാസ് കൂടെ വേണ്ടി വരും. ഓക്കെ, കെമിസ്ട്രി പെട്ടെന്ന് തീർന്നതിന് കാരണം കെമിസ്ട്രി വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. അത് അടുത്ത ചാപ്റ്റർ ഇത്രയും സിമ്പിളായിട്ട് തീരത്തില്ല. കേട്ടോ? അപ്പോൾ ഞാൻ എന്നാൽ ഇത്രയും നിങ്ങൾ നോട്ട് എഴുതിയെടുത്തല്ലോ. ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്നാൽ ഇങ്ങനെ നിൽക്കട്ടെ. താങ്ക് യു സർ.